ഓം ശാന്തി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അധ്യാപകർ എല്ലാവരും ചിന്താകുലരായിരിക്കുന്ന ഒരു കാര്യം ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം. നമ്മുടെ വിദ്യാർത്ഥി സമൂഹം, പ്രത്യേകിച്ചും കുട്ടികൾ വളരെ ചെറിയ പ്രായം മുതൽ ലഹരി വസ്തുക്കൾക്ക് അടിമയാകുന്നു. കുട്ടികളെയൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പണ്ടൊക്കെ കുട്ടികളെന്ന് പറയുമ്പോൾ മുഖത്തിൽ എത്ര ഐശ്വര്യമാണ്, എത്ര പ്രസരിപ്പാണ്. പറയാറില്ലേ, കുട്ടികൾ പൂമ്പാറ്റയെ പോലെ പറന്ന് നടക്കുന്നു എന്നാണ് പറയുക. കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖം കണ്ടാൽ കണ്ടു നിൽക്കാൻ വിദ്യാർത്ഥികൾ യൂണിഫോം ഇട്ടിട്ട് പോകുമ്പോൾ അവരെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു നമ്മൾ. അത്ര ഐശ്വര്യമുള്ള മുഖങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കണം, ഈ ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപഭോഗം കാരണം നമ്മുടെ കുട്ടികളുടെയൊക്കെ കുട്ടിത്തം പോയി, നിഷ്കളങ്കത പോയി, ഡിവിനിറ്റി പോയി, പ്രസന്നതയും പ്രസരിപ്പും പോയി. സ്ഥിരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ മുഖം നിങ്ങളൊന്ന് നോക്കൂ. അവരുടെ മുഖത്ത് ആരുടെ മുഖത്തും സന്തോഷമല്ല നമ്മൾ കാണണേ. ഉപയോഗിച്ച് തുടങ്ങിയത് എന്തിനാണ്? സന്തോഷിക്കാൻ, സുഖത്തിന്, ആനന്ദത്തിന്. സ്ഥിരം ഏത് ലഹരി വസ്തു ഉപയോഗിക്കുന്നവരെ നിങ്ങൾ നോക്കൂ. അത് പുകവലിക്കുന്നവരാകട്ടെ, മദ്യപാനികളാകട്ടെ, മറ്റ് കഞ്ചാവ് മുതലായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ സ്ഥിരം മൊബൈൽ ഫോണിന് അഡിക്റ്റായവരായിക്കോട്ടെ, നിങ്ങൾ അവരുടെയൊക്കെ മുഖം ഒന്ന് നോക്കൂ. എന്താ മുഖത്തിൻ്റെ അവസ്ഥ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന തരത്തിൽ മുഖം ഒരു പ്രേതം പോലെയുള്ള അവസ്ഥയല്ലേ? എവിടെയാണ് പ്രസരിപ്പ് നമ്മൾ കാണുന്നത്? എവിടെയാണ് സന്തോഷം കാണുന്നത്? ഈ സാധനം ഉപയോഗിച്ച് തുടങ്ങിയത് എന്തിനാണ്? സന്തോഷിക്കാൻ. ഇന്ന് ഒരു ചെറിയ യുക്തി നിങ്ങൾ എൻ്റെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങൾ പഠിച്ച സമയത്തെ കാര്യമാണ്. കൊട്ടാരക്കരയിൽ, കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര കോളേജിലാണ് സിസ്റ്റർ പഠിച്ചത്. അവിടെ ഞങ്ങളെല്ലാവരും അവിടെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും, ഡിഗ്രിക്കാണെങ്കിലും ബാക്കി ഡയറ്റിലും പഠിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ സമയത്തൊക്കെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ, അപ്പോൾ അവിടെ എനിക്ക് ഓർമ്മ വരുന്നത്, അന്നൊക്കെ ഞങ്ങൾ ഒരാളുടെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ വീട്ടിൽ എന്ത് വിശേഷമാണെങ്കിലും, വിശേഷങ്ങൾക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം പങ്കുവയ്ക്കുമല്ലോ. അപ്പം ഞങ്ങളൊക്കെ ചെയ്തിരുന്നത്, അവിടെ എല്ലാവരും എന്ത് വിശേഷങ്ങൾക്കും കൂട്ടുകാർക്ക് എന്തെങ്കിലും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ, അവിടെ ഉണ്ണിയപ്പമാണ് അവിടുത്തെ നിവേദ്യം. ഉണ്ണിയപ്പത്തിന് പൈസ കൊടുക്കും, നിവേദ്യം വയ്ക്കും. അത് നമുക്ക് 100 ഉണ്ണിയപ്പം വേണോ 50 എണ്ണം വേണോ, അവിടെ നിവേദ്യത്തിന് പൈസ കൊടുത്തിട്ട് ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങും. നിവേദ്യം സമർപ്പിച്ചത് ക്ഷേത്രത്തിലുണ്ടാക്കിയത്, അത്രയും സുരക്ഷിതമായ ഡിവൈനായ ആ പ്രസാദമാണ് എല്ലാവർക്കും പങ്കുവയ്ക്കുക. ആ ഉണ്ണിയപ്പം കഴിക്കുന്നതിലായിരുന്നു എല്ലാവർക്കും സന്തോഷം. അല്ലാതെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് ചോക്ലേറ്റ് വാങ്ങി വിതരണം ചെയ്യുകയോ ഐസ്ക്രീം വാങ്ങി വിതരണം ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഇപ്പം നമ്മൾ പഠിക്കുന്ന കോളേജിലോ സ്കൂളിൻ്റെ പരിസരത്തോ ഒരുപക്ഷെ ഗണപതി അമ്പലം ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ ഉണ്ണിയപ്പം വാങ്ങാൻ സിസ്റ്റർക്കൊന്നും അവിടെ പറ്റി, ഞങ്ങൾക്കതുപോലെ ഇല്ല എന്നൊരു പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ വളരെ ലളിതമായൊരു യുക്തി നിങ്ങൾ എൻ്റെ സഹോദരി സഹോദരന്മാരോട് സിസ്റ്റർക്ക് പറയാനുള്ളത്, ലഹരി മാഫിയയുടെ കൈകളിൽ നിന്ന് നമുക്ക് സുരക്ഷിതരായിരിക്കാൻ നമ്മുടെ സ്കൂൾ കോളേജിൻ്റെ പരിസരത്തുള്ള കടകളിൽ നിന്ന് നമ്മൾ ചോക്ലേറ്റുകളും ലഹരി വസ്തുക്കളടങ്ങിയ ജ്യൂസുകളും അല്ലെങ്കിൽ ഐസ്ക്രീമുകളും ഒക്കെ നമ്മുടെ വയറ്റിലേക്ക് പോകാതിരിക്കാൻ, നമ്മുടെ കൂട്ടുകാർക്ക് വാങ്ങി കൊടുക്കാതിരിക്കാനും, അവർ വാങ്ങിത്തരുമ്പോൾ നമ്മൾ കഴിക്കാതിരിക്കാനും ഏറ്റവും സുരക്ഷിതമായ, നമുക്കതിന് പകരം ഒരു ഉപാധി കണ്ടെത്തിയ പോരെ. നിങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണ്ട എന്ന് പറയല്ല സിസ്റ്റർ, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തോളൂ, ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ അതിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മാർഗം എന്താ? നിങ്ങൾ ഈ ചോക്ലേറ്റും ഐസ്ക്രീമും അല്ലെങ്കിൽ അപ്പോഴല്ലേ നമുക്ക് പേടിക്കണ്ടോ, ഈ സ്കൂൾ കോളേജിൻ്റെ പരിസരത്തു നിന്ന് വാങ്ങുമ്പോൾ അതിലിതുണ്ടോ,
അത് വാങ്ങി കഴിച്ചോ, അല്ലെങ്കിൽ അതാണോ കൊടുത്തത്, അല്ലെ അതിൽ നമ്മൾ അഡിക്റ്റായി പോകാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേ വരുമ്പോൾ, വിശേഷ ദിനങ്ങൾ വരുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് പാക്കറ്റ് വാങ്ങും. കാഷ്യൂവോ ബദാമോ പിസ്തയോ നല്ല പാക്കറ്റുകൾ നമുക്ക് കിട്ടുമല്ലോ. നിങ്ങൾ ഇതിന് കൊടുക്കുന്ന പൈസയേക്കാളും കുറഞ്ഞ പൈസയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ടിൻ്റെ നല്ല പാക്കറ്റുകൾ കിട്ടില്ലേ? അത് വാങ്ങിയിട്ട് എല്ലാവർക്കും രണ്ടെണ്ണം കൊടുക്കും. നമ്മളും ആരോഗ്യത്തോടെ ഇരിക്കും, അവർക്കും ആരോഗ്യത്തോടെ ഇരിക്കാം, ഭയപ്പെടുകയും വേണ്ടല്ലോ. വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലേ? അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാമല്ലോ, ഹെൽത്തി ആയിരിക്കുകയും ചെയ്യുമല്ലോ. നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ ആരല്ലേ ഈ പ്രോഗ്രാം കാണുന്നു, അത് നിങ്ങൾ സ്കൂൾ കോളേജിൽ മാത്രമല്ല, ഏത് ഓഫീസുകളിലായാലും സ്ഥാപനങ്ങളിലാണെങ്കിലും എവിടെ നിങ്ങൾക്ക് ഈ രീതിയിൽ വിശേഷങ്ങളിൽ ഒരു മധുരം കൊടുക്കണം എന്ന് തോന്നുന്നുവെങ്കിൽ, കാരണം നമ്മൾ കൊടുക്കുന്ന കാഷ്യൂ അല്ലെങ്കിൽ ബദാമോ അല്ലെങ്കിൽ ചോക്ലേറ്റോ അല്ല പ്രധാനം എന്താണ്? നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സ്നേഹം പങ്കുവയ്ക്കലാണ്. സ്നേഹം ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വൈബ്രേഷനാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്കുള്ള ഒരു ബ്ലെസ്സിങ് സ്വീകരിക്കാനാണല്ലോ നമ്മളിതെല്ലാം ചെയ്യണേ. സോ നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത് കൊടുത്ത് ഏറ്റവും നല്ല പോസിറ്റീവ് ബ്ലെസ്സിങ്സ് നേടും. ഇന്നു മുതൽ ഒരു ചെറിയ കയൽവയ്പ്, ലഹരിക്കെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്റ്റെപ്പ് എന്നതുപോലെ നിങ്ങളിത് ചെയ്തു നോക്കും. കാരണം നമ്മൾ നമ്മുടെ പരിസരത്ത് പല കടകളും കണ്ടിട്ടില്ലേ? ചിലർ കട തുറക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ പൂട്ടും. ഇത് നമ്മൾ അന്വേഷിക്കില്ലേ, എന്താ ഈ കടയൊക്കെ പൂട്ടിയിരിക്കണേ? കുറച്ച് നാളെ ആയാലും, ഒരു മാസം കൂടി നിന്നില്ലല്ലോ. ഇവിടെ നമ്മൾ ബ്രഹ്മകുമാരീസിൻ്റെ ആശ്രമം പാലക്കാട് ബൈപ്പാസ് റോഡിലാണ്. നമ്മൾ ഈ ബൈപ്പാസിൽ അനേകം കടകൾ കാണാറുണ്ട്. ഒരു മാസം പോലും ഉണ്ടാവില്ല, അത് കഴിയുമ്പോൾ വീണ്ടും പൂട്ടിയിട്ടുണ്ടാവും, പിന്നെ വേറെ പുതിയ കട വന്നിട്ടുണ്ടാവും. അപ്പോൾ കട തുടങ്ങി പൂട്ടാൻ എന്താ കാരണം? തീർച്ചയായും കസ്റ്റമേഴ്സ് ഇല്ലാത്തപ്പോഴാണ് പൂട്ടുക അല്ലേ? അപ്പം അതുകൊണ്ട് ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ അത് വിൽക്കുന്നവരെ നമുക്ക് തടയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്കെല്ലാവർക്കും ലഹരിക്കെതിരെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉറച്ച ചുവടാണ് നമ്മൾ അവരുടെ കസ്റ്റമർ ആകാതിരിക്കുക. നമ്മൾ വാങ്ങിയില്ലെങ്കിൽ തനിയെ കട പൂട്ടിക്കോളും ഇല്ലേ? അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഉറച്ച തീരുമാനം എടുക്കാം. ലഹരി വസ്തുക്കൾ ചേർത്ത പദാർത്ഥങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ പോകാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ഇതുപോലെ നമ്മുടെ ആഘോഷവേളകൾ വിഷമയമാക്കാതിരിക്കാൻ. കാരണം വിഷം നമ്മുടെ ഉള്ളിൽ പോയാൽ ജീവിതം വിഷമകരമാക്കും. അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കൂ. ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഇതുപോലെ നിവേദ്യം സമർപ്പിച്ച് കിട്ടുന്ന സാധനങ്ങളോ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ അതിലൊരു ഡിവിനിറ്റി ഉണ്ട്, പ്യൂരിറ്റി ഉണ്ട്, ലവ്, സ്നേഹമുണ്ട്, ശക്തിയുണ്ട്. അത് നമ്മളെ കൂടുതൽ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സുകളെയും ശക്തമാക്കും. അത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും കൂടുതൽ പ്യൂരിറ്റിയും ഡിവിനിറ്റിയും യൂണിറ്റിയും ഉള്ളതായി മാറും. നമ്മൾ മെൻ്റലി സ്ട്രോങ് ആകും. ഒരു മിനിറ്റ് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. നിവർന്നിരിക്കാം. ഒരു ഉറച്ച തീരുമാനം അവരവരുടെ ഉള്ളിലെടുക്കും. ഞാൻ സ്വയം ഒരു ലഹരി വസ്തുവിനും അടിമയാകില്ല. എൻ്റെ കൂട്ടുകാരെ, ലഹരിക്കടിമയാകാതിരിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കും. എല്ലാ ആഘോഷവേളകളും ലഹരി മുക്തമാക്കും. മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ, ലഹരി വസ്തുക്കൾ അടങ്ങിയ സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുകയുമില്ല. ഒരാഘോഷവേളകളിലും ഇതൊന്നും ഞാൻ ആർക്കും വാങ്ങിക്കൊടുക്കുകയുമില്ല. ഞാൻ ഉപയോഗിക്കാത്തൊരു വസ്തു, പ്രത്യേകിച്ചും
ലഹരി വസ്തുക്കൾ, മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ, ലഹരി സാധനങ്ങൾ ഞാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് സമ്മാനിക്കുകയുമില്ല. ആഘോഷവേളകൾ സന്തോഷപ്രദമാക്കാൻ ഊർജം നൽകുന്ന ഹെൽത്തിയായ ആഹാര സാധനങ്ങൾ മാത്രമേ ഞാനും വാങ്ങി കഴിക്കുള്ളൂ, മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കുകയും. ഓം ശാന്തി.